എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കലഹം തുടങ്ങി ഇനി നിങ്ങൾ നോക്കി നിന്നാൽ മതി എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഈ ഫയല് തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് ആദ്യം നോക്കുന്നത്. നിങ്ങളുടെ തേർഡ് പാർട്ടി കുറേ കാലമായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ തേർഡ് പാർട്ടിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ മൂലം, തേർഡ് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള ചെയ്തികൾ മൂലം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മാനസികമായിട്ടും അല്ലാതെയായിട്ടും. പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഈ തേർഡ് പാർട്ടി എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, തേർഡ് പാർട്ടിക്ക് ഇത്തരത്തിൽ ചെയ്യുന്നത് മൂലം എന്താണ് ഗുണം കിട്ടുക. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അത് തടയാൻ കഴിഞ്ഞില്ല. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയിൽ വലിയ സ്വാധീനം ഉണ്ടായി. നിങ്ങൾക്ക് ശേഷമായിരിക്കാം ആ സ്വാധീനം, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ വിഷമം ഉണ്ടായത്. ആ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നതിന് കാരണമായി. തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. നിങ്ങളെ ടാറടിച്ച് കാണിക്കുന്ന രീതിയിൽ തേർഡ് പാർട്ടി പെരുമാറി. തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരുപക്ഷെ അടുക്കുന്നതിനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി, ഒരുപാട് സാധ്യതകളുണ്ടായി. നിങ്ങൾക്കത് മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടാക്കി. കാരണം നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അകലേണ്ടി വന്നു. അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകൾ സൃഷ്ടിച്ചു. നിങ്ങളതേക്കുറിച്ച് ആലോചിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടായി. ഇനി എന്താണ് ഒരു പോംവഴി? എൻ്റെ വ്യക്തിയെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും തേർഡ് പാർട്ടിയുടെ ആ കരാള ഹസ്തങ്ങളിൽ നിന്നും എൻ്റെ വ്യക്തിയെ രക്ഷിക്കാനും, എൻ്റെ വ്യക്തി എനിക്ക് നൽകുന്ന സ്നേഹം മറ്റാർക്കും പങ്കുവെച്ചു പോകാതിരിക്കാൻ, മറ്റാർക്കും ആ സ്നേഹം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ സ്നേഹം എന്നെന്നും എനിക്ക് തന്നെ വേണമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഉള്ള നിങ്ങളുടെ ചിന്ത അത് എന്നായിരിക്കും വിജയിക്കുക? അത് തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എന്നത്തേക്ക് അവസാനിപ്പിക്കാൻ കഴിയും? അങ്ങനെയുള്ള അനവധി ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു. പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട. തേർഡ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിക്കുക. തേർഡ് പാർട്ടി നിങ്ങളെ ഒതുക്കി കഴിഞ്ഞു, നിങ്ങളെ തകർത്ത് കഴിഞ്ഞു, നിങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു ചിന്തയോടുകൂടി വളരെയധികം അഹങ്കാരത്തോടെ പ്രവർത്തിച്ചു. തേർഡ് പാർട്ടിയുടെ അത്തരം സമീപനങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി അങ്ങനെ പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായി. ഏതായാലും ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി, വലിയൊരു പ്രശ്നം ഉണ്ടായി. തേർഡ് പാർട്ടി നിങ്ങളെ വഞ്ചിച്ച ഒരു പ്രവണത ഉണ്ടായി. അതിൽ നിന്ന് എങ്ങനെ മനസ്സമാധാനവും നിങ്ങളുടെ വ്യക്തിയെയും തിരിച്ചു കിട്ടുന്നത് എന്നുള്ളത് തല പുകഞ്ഞ് ആലോചിച്ചിരുന്ന നിങ്ങൾ ഇനി ഭയപ്പെടേണ്ട. തേർഡ് പാർട്ടി തകർന്നിരിക്കുന്നു. നിങ്ങളാണ് നല്ലത് എന്നുള്ളത് ഒരൊറ്റ നിമിഷം കൊണ്ട് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. തേർഡ് പാർട്ടിയുടെ എല്ലാ കുതന്ത്രങ്ങളും പൊളിഞ്ഞിരിക്കുന്നു. തേർഡ് പാർട്ടി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇനി തേർഡ് പാർട്ടിയുടെ ഒരു പ്രവർത്തനവും നടക്കില്ല. നിങ്ങളിനി കാത്തിരുന്ന് കണ്ടോളൂ നിങ്ങളുടെ വിജയവും നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് അടുക്കുന്ന സംഭവവും. അടുത്തതായിട്ട് രണ്ടാമത്തെ ഫയല് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും ചേർന്ന് നിങ്ങളെ വഞ്ചിച്ചു എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. നിങ്ങളുടെ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ, കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെയോ മനസ്സിലാക്കിയോ, തേർഡ് പാർട്ടിയുമായൊരു ഘട്ടത്തിൽ കൂടുതൽ അടുക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് അതൊട്ടും സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. ജീവിതത്തിൽ വലിയ തരത്തിലുള്ള വിഷമങ്ങളുണ്ടായി. തേർഡ് പാർട്ടി
നിങ്ങളെ ഒതുക്കി, തേർഡ് പാർട്ടി നിങ്ങളെ ഒരു പ്രതിസന്ധിയിലാക്കി, അതിൽ നിന്നൊരു മോചനം നേടാൻ കഴിയാതെ നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എങ്ങനെ ഇതിൽ നിന്ന് മോചിക്കപ്പെടാൻ കഴിയും, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും, അങ്ങനെ നിങ്ങൾ ഒരുപാട് ചിന്തകളുമായി കടന്നുപോയി. അങ്ങനെ നിങ്ങൾ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എങ്ങനെ വിജയിക്കാൻ കഴിയും എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. തേർഡ് പാർട്ടി വലിയ വിജയം കൈവരിക്കുന്നു, നിങ്ങളുടെ വ്യക്തിയെ ആകർഷിക്കുന്നു, നിങ്ങളുടെ വ്യക്തിയിലേക്ക് നിങ്ങൾക്കൊരു എൻട്രി ഇല്ലാതെയാകുന്നു. തേർഡ് പാർട്ടി അതിശക്തമായി നിലകൊള്ളുമ്പോൾ എനിക്ക് എങ്ങനെ വിജയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആശങ്കപ്പെട്ടിരുന്നു, ഭയപ്പെട്ടിരുന്നു. പക്ഷേ വിജയം നിങ്ങളുടെ കോർട്ടിലേക്ക് വന്നിരിക്കുന്നു. തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെല്ലാം പരാജയപ്പെടുകയും നിങ്ങൾ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. തേർഡ് പാർട്ടി നിരവധി കുതന്ത്രങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയത്. തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് കുതന്ത്രങ്ങളുണ്ടായിരുന്നു. ഈ കുതന്ത്രങ്ങളൊക്കെ തേർഡ് പാർട്ടിയുടെ വിജയിച്ച് കണ്ടപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ടൊരു വിഷമം തോന്നി. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്നെ സംബന്ധിച്ച് ഒന്നുമില്ലേ നല്ലതായിട്ട്? എന്നെ സംബന്ധിച്ച് ഒന്നുമില്ലേ ഇനി ആശ്വസിക്കാൻ? തേർഡ് പാർട്ടിയുടെ കുതന്ത്രങ്ങൾ തുടർച്ചയായിട്ട് വിജയിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താണ് പ്രസക്തി ഉള്ളത്? എനിക്കെങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ഘട്ടം, ആ ഘട്ടത്തിൽ തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ, തേർഡ് പാർട്ടി നിങ്ങളെ വഞ്ചിച്ച കാര്യങ്ങൾ, അതിനെല്ലാം ഒറ്റയടിക്ക് നിങ്ങൾക്ക് തേർഡ് പാർട്ടിയെ തോൽപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. തേർഡ് പാർട്ടി പരാജയപ്പെടുന്നു. തേർഡ് പാർട്ടിയുടെ അതിബുദ്ധി തേർഡ് പാർട്ടിയെ തകർത്തിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ. ഒറ്റ ദിവസം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു മണിക്കൂറുകൾ കൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെയിലേക്കുള്ള വിശ്വാസം തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഇനി നിങ്ങളുടെ വ്യക്തി കരഞ്ഞുകൊണ്ട്, കാല് പിടിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്തുന്നു. കാരണം നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞ മൂല്യവും നന്മയും ആത്മാർത്ഥതയും ഒരൊറ്റ ദിവസം കൊണ്ട് വിജയിക്കാൻ പോകുന്നു. നിങ്ങൾ ഒരുപക്ഷെ വർഷങ്ങളായിട്ടോ കാലങ്ങളായിട്ടോ നിങ്ങൾക്ക് ആ വിഷമം മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുകയായിരിക്കും. അത് ഒറ്റയടിക്ക് വിജയിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. നിങ്ങൾ സന്തോഷിക്കുക. തേർഡ് പാർട്ടി പരാജയപ്പെട്ടിരിക്കുന്നു, നിങ്ങളും വിജയിക്കുന്നു, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കുന്നു, മനസ്സിലെ ദുഃഖങ്ങളൊക്കെ മാറുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.